ഹലോ ഗൈസ്, വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് PCCക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് PCCയുടെ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ കയറിയിട്ട് സെർച്ച് ബാറിൽ പാസ്പോർട്ട് സേവയെ സെർച്ച് ചെയ്യുക. അതിനുശേഷം ആദ്യമായിട്ട് വരുന്നതായിട്ട് പാസ്പോർട്ട് സേവയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ യൂസർ രജിസ്ട്രേഷൻ, എക്സിസ്റ്റിംഗ് യൂസർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ന്യൂ യൂസർ രജിസ്ട്രേഷൻ കൊടുക്കാം. ഇതിൽ വരുന്നത് ഫസ്റ്റ് നമുക്ക് പാസ്പോർട്ട് ഓഫീസ്, നമ്മുടെ പാസ്പോർട്ടിലുള്ള നെയിം, നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ കറക്റ്റ് അതേപോലെ എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലോഗിൻ ID, പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ക്യാപ്ച അടിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചെയ്തേക്കുന്ന മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് വരും. അപ്പോൾ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, നമ്മുടെ മെയിലിൽ വന്ന ലിങ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും വരിക, നമ്മുടെ ലോഗിൻ ID ഓൾറെഡി എൻ്റേഡ് ആയിരിക്കും. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ അക്കൗണ്ട് ഓൾറെഡി സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജും വരികയും നമ്മളുടെ അടുത്തതായിട്ടുള്ള ഫർദർ സ്റ്റെപ്സിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഒക്കെ നമുക്കതൊന്ന് ആക്ടിവേഷൻ ലിങ്ക് വഴി ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തതായിട്ടുള്ള വരുന്ന പ്രൊസീജിയേഴ്സാണ് പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ. നമുക്ക് നമ്മുടെ പാസ്പോർട്ടിലുള്ളതിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത്. ഈ തന്നിരിക്കുന്നതെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആസ് പെർ ദ പാസ്പോർട്ട് തന്നെ നമുക്ക് പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ ഡേറ്റാസും കറക്റ്റ് അതേപോലെ ഒരു സ്പേസ് പോലും വിടാതെ എങ്ങനെയാണ് പാസ്പോർട്ടിലുള്ളത് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ ഡേറ്റും കാര്യങ്ങളും തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത ഓപ്ഷൻ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് നമുക്ക് PCC വേണ്ടത് ആ രാജ്യം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ രാജ്യത്തേക്ക് നമ്മൾ ഏത് കാര്യത്തിനാണ് പോകുന്നത്, പർപ്പസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വരുന്നൊരു ഇൻ്റർഫേസാണ്. നമ്മൾക്ക് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ നെയിം, ഡീറ്റെയിൽസ്, പിന്നെ പ്ലേസ് ഓഫ് ഡെത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ പാസ്പോർട്ടിൽ എന്താണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടത്. ഈ കാണുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മാരീഡ് സ്റ്റാറ്റസ്, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുക്കുക. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം താഴെ ഡിക്ലറേഷനുണ്ട്. ആ എഗ്രി എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്തിട്ട് അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം അടുത്ത വരുന്നത് നമ്മുടെ ഗാർഡിയൻ ഫാമിലി ഡീറ്റെയിൽസാണ്. ഫാദർ നെയിം, മദർ നെയിം, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമേ വരുന്നതാണ് നമ്മുടെ അഡ്രസ്സ്, പേഴ്സണൽ റെസിഡൻസ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം. ഇതും പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുത്തിട്ട് താഴെ നമുക്കിത് കൊടുത്ത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അടുത്ത നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ഓപ്ഷൻ വരുന്നത് ഇതേപോലെ നമ്മുടെ പേഴ്സണൽ റെസിഡൻസ് അഡ്രസ്സാണ്. അഡ്രസ്സും കാര്യങ്ങളെല്ലാം പാസ്പോർട്ടിലുള്ള പോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് നമ്മുടെ എന്തെങ്കിലും ക്രൈം കാണാൻ തുടങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. യെസ് കൊടുക്കുക. ക്രൈം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അത് ഫില്ല് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അടുത്തതായിട്ട് വരുന്ന നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ പോകുന്നത്, അതിൽ നമ്മുടെ പ്ലേസും നമ്മൾ ചെയ്യുന്ന ഡേറ്റും കൊടുത്തിട്ട് ആ എഗ്രി കൊടുത്ത് സെൽഫ് ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഫോം എന്ന ഈ ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത ഫോം സബ്മിറ്റായിട്ട് പൂർണ്ണമായി സക്സസ്ഫുള്ളായിട്ട് ഫില്ലാവുകയുള്ളൂ. ഇവിടെ സ്ഥലം കൊടുക്കുക. അതിനുശേഷം എഴുതുക. ലാസ്റ്റ് ഓപ്ഷനായി സബ്മിറ്റ് ഫോം കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക എന്നത്. അത് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷനാണ്. അടുത്ത നമുക്ക് വരുന്നത് ഫീ പേ ചെയ്യുകയും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനുശേഷമായിട്ട് വരുന്നത് പിന്നെ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് പേ ചെയ്ത് റെസിപ്റ്റ് എടുക്കുകയും നമ്മുടെ സപ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വരുന്നത്. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, പിന്നെ നമ്മുടെ UPI അവൈലബിൾ ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക.
ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഈ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിലേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് പേയ്മെൻറ്റ് മോഡിലേക്ക് പോകാം. അടുത്ത സ്ലോട്ട് ബുക്കുള്ള ഓപ്ഷനാണ്. നമ്മുടെ അടുത്തുള്ള ഏത് ഓഫീസാണോ ഉള്ളത് അതെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമുക്കറിയാൻ പറ്റും എന്നൊക്കെയാണ് നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അതിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്ലോട്ട് അനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് കൊടുത്ത് പേയ്മെൻറ്റ് ഓപ്ഷനാണ് അടുത്തത്. പേ ചെയ്യുക. ഓക്കെ, നമ്മൾ നമ്മുടെ ഓഫീസിനെ സെലക്ട് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്ന നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷന് പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ് കൂടാണ്ട് വേറെ ഏതെങ്കിലും ഡേറ്റ് അവൈലബിൾ ആണോ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റിയതാണ്. ഇതിൽ പച്ച കളർ കാണിക്കുന്നത് എല്ലാം ഈ ഗ്രീൻ കളർ മെൻഷൻ ചെയ്തേക്കുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും മറ്റെല്ലാം ബുക്ക്ഡ് ആയിട്ടുള്ള ഡേറ്റുമാണ്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് അപ്ലോഡ് സബ്മിറ്റ് ഡോക്യുമെൻറ്റ് സബ്മിഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത് വരുന്നത് അഡ്രസ് പ്രൂഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ID ആയിട്ട് കൊടുക്കുക. അപ്പോൾ അഡ്രസ്സിന് ആധാർ അഡ്രസ് പ്രൂഫ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒട്ടേറെ ഓപ്ഷൻസ് ഉണ്ട്. വാട്ടർ ബില്ല്, ഇലക്ട്രിക് ബില്ല്, ടെലിഫോൺ ബില്ല്, അഡ്രസ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല ഇതുണ്ട്. അപ്പം ആധാർ കാർഡിനുണ്ടാകും, ആധാർ കൊടുക്കുക. അതിൻ്റെ ഡോക്യുമെൻറ്റ് PDF ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് നെറ്റ് ഇഷ്യൂ വന്ന് നമ്മൾ ബാക്ക് പോയാൽ നമ്മൾ വീണ്ടും ആദ്യമായിട്ട് അപ്ലൈ ന്യൂ ഫ്രഷർ എന്ന് പറഞ്ഞ് ചെയ്യേണ്ട നമുക്കിത് വരുന്നിട്ടില്ല. നമ്മൾ എക്സിസ്റ്റിംഗ് ലോഗിൻ കൊടുത്ത് ആ ഓപ്ഷൻ കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം വ്യൂ സേവ്ഡ് അല്ലെങ്കിൽ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം ഏതാണ് നമ്മൾ ചെയ്തതെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് താഴെ വരും ഏതൊക്കെയാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ ആ ഉള്ള ഫർദർ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക.